ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓർ വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുതിയ ഒരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണതും. അതുപോലെ ഓൾമോസ്റ്റ് നമ്മളെല്ലാ സാധനങ്ങളും കബോർഡിൽ ഉണ്ടായിരുന്നതൊക്കെ ലാഗേജൊക്കെ ആക്കി വെച്ചു. പിന്നെ മേശ, കട്ടിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രണ്ട് ചേട്ടന്മാർ വെച്ചിട്ടുണ്ട് വീട് ക്ലീൻ ചെയ്യാനും എല്ലാതും അരക്കാനും ഇതാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു വീഡിയോയാണ്. പിന്നെ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. എനിവേയ്സ് പറ്റുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ന്യൂ ഹോമിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം വീഡിയോ കണ്ടു നോക്കുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ തലേ ദിവസം ഞാൻ എടുത്ത് വെച്ചതാട്ടോ. അതായത് ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ചതാണ്. നമ്മൾ ഇനി ഈ ഭാഗമൊന്നും കാണില്ലല്ലോ. ഈ മുകൾ ഭാഗത്ത് വന്നാൽ അവിടെ ഉണ്ടാകുന്ന വ്യൂ ആണിത്. പാടത്തേക്ക് ഡയറക്റ്റ് വ്യൂ ആണ് ഉണ്ടാവുക. ഫ്രണ്ടിൽ അമ്മ ആരോ വന്നിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ ഒരു വ്യൂ. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇനി പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ഒന്നുമില്ല. ഡയറക്റ്റ് ഫ്രണ്ടിൽ തന്നെ വേറൊരു വീടാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾ മാറുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അങ്ങനെ പിറ്റത്തെ ദിവസമാണ് നമ്മൾ ഹൗസ് ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നത്. എല്ലാ സാധനങ്ങളും എന്താ പറയുക, എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ 2 പണിക്കാരെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാതും മാറ്റി പുതിയ വീട്ടിലേക്ക് നമ്മൾ മാറുകയാണ് കേട്ടോ. ഉണ്ണീനെ ഞാനിവിടെ പാല് കൊടുക്കും, പിന്നെ കുറച്ച് നേരം കിടത്തി ഉറക്കും. അങ്ങനെയൊക്കെ ആയിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമിലത്തെ ലാഗേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ വന്ന് മാറ്റുമ്പോൾ ഓരോന്നായിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ അമ്മയുടെ റൂമിലത്തെ കട്ടലൊക്കെ കൊണ്ടുപോയിട്ട് അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. പിന്നെ കിച്ചണിൽ ഇതുപോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇനി എല്ലാ വേസ്റ്റുകളും ഇവിടെ കൊണ്ടിട്ടാണ് നിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ ഫസ്റ്റിൽ. പിന്നെ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഓരോന്ന് എടുത്ത് ചാക്കിലാക്കിയൊക്കെ വെച്ച് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനുണ്ട്, അനിയനുണ്ട്, വിഷ്ണുണ്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഷിഫ്റ്റിങ്ങൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. കാരണം ഞങ്ങൾക്ക് താക്കോൽ 10-ാം തീയതി കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ, അതായത് ഈ വീട് മേടിച്ചു. അപ്പോൾ മേടിച്ചവർക്ക് 14-ാം തീയതി പാല് കാച്ചിലാണ്. അപ്പോൾ അവർക്കൊന്ന് ശരിയാക്കിയിട്ട് വേണം താമസിക്കാൻ. അപ്പം നമ്മൾ വേഗം ഇറങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ ഓണൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ആക്കിയിട്ട് 10-ാം തീയതി നമുക്ക് പുതിയ വീട്ടിൽ താമസിക്കാം എന്നുള്ളൊരു മൈൻഡിൽ 9-ാം തീയതി നമ്മൾ റെഡിയാക്കിയിട്ട് വീട് താമസാക്കിയിട്ടാണ്. അന്ന് തന്നെ പോയിട്ട് നമ്മൾ പിറ്റത്തെ ദിവസത്തിലൊന്നും നിന്നില്ല. നമ്മളന്ന് വൈകുന്നേരം തന്നെ അവിടെ താമസാക്കുകയാണ് ചെയ്തത്. പാല് കാച്ചാനൊന്നും നിന്നില്ല. നമുക്ക് റെൻറ്റിനാണ്. കുറേ പ്രാവശ്യം പാല് കഴിച്ച്. അപ്പോൾ നമുക്കിപ്പോൾ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റൊക്കെ പോയി. പിന്നെ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വീട്ടിലേക്കാണ് മാറുന്നത്. ഒരു അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു വീട്ടിലേക്കാണ് നമ്മൾ മാറാൻ പോകുന്നത് കേട്ടോ. അതൊക്കെയായിരുന്നു ചെറിയൊരു സമാധാനം. ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മളൊരു വീട് ചേഞ്ചിങ് പെട്ടെന്ന് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ പറഞ്ഞിട്ട് നമ്മൾ വേഗം മാറേണ്ടി വന്നു. നമ്മൾ കുറേ സ്ഥലത്ത് അന്വേഷിക്കേണ്ടി വന്നു. വീടൊന്നും കിട്ടാണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം നമുക്കൊരു വീട് കിട്ടി. അതും അത്രയും ദൂരത്തേക്ക് പോകാണ്ട് തന്നെ ഈ വീടിൻ്റെ കുറച്ച് തന്നെ അടുത്ത് തന്നെ ആയിട്ട് അതേ സ്ഥലത്ത് തന്നെ ആയിട്ട് നമുക്ക് വീട് കിട്ടിയിട്ടാണ്. അപ്പോൾ ക്ലീനിങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പണിക്കാരെ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതൊന്ന് നീറ്റാക്കി കൊടുക്കണം എന്നുള്ളൊരു സംഭവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മളിതൊക്കെ വലിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടാണ്ട് അധികം ബുദ്ധിമുട്ടിക്കാണ്ട് ഇതൊന്ന് ജസ്റ്റ് ഇവിടെ ഉണ്ടാകുന്ന കച്ചറയെങ്കിലും നീക്കി കൊടുക്കണമെന്നുണ്ട്. തുടച്ചിട്ടിട്ട് അവർ കൊടുത്തോളും. അപ്പോൾ പിന്നെ നമ്മൾ ഫുൾ നീറ്റാക്കിയിട്ട് വേസ്റ്റ് ഒക്കെ ഒരു ചാക്കിലാക്കി കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴുകി വൃത്തിയാക്കിയിട്ട് ചാവി കൊടുക്കാമല്ലോ. അതായിരുന്നു മൈൻഡിൽ.
എല്ലാ കബോർഡിലെയും സാധനങ്ങളും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മയുടെ റൂമാണ്. എല്ലാ കബോർഡിലുള്ള എല്ലാതും ചാക്കിലാക്കിയിട്ട് അതൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടു കേട്ടോ. എല്ലാ ഇതും ഓക്കെ അല്ലേ, ഒന്നും മറന്നു വെച്ചിട്ട് ഇല്ലല്ലോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. അതേ അമ്മയുടെ റൂമിൽ വെച്ചത് എൻ്റെ റൂമിലത്തെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വേഗം അവിടെ അടിച്ചു വൃത്തിയാക്കിയിട്ടു. പിന്നെ നമ്മൾ എന്താ പറയുക, വിഷ്ണു കിച്ചണിലുള്ള സ്റ്റൗവ്, ഗ്യാസ് സംഭവങ്ങളൊക്കെ വണ്ടിയിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് എല്ലായിടത്തും കൊണ്ടുവന്ന് ഡംപ് ചെയ്തു. എല്ലാ വേസ്റ്റും കൂടി ഏകദേശം ഇങ്ങനെയായി. ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം. അതൊക്കെ അവർ ചെയ്യും. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെയൊക്കെ കത്തിക്കാനൊക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ട് പുതിയ വീട്ടിലേക്ക് വന്നതായിരുന്നു. പുതിയ വീടിൻ്റെ എല്ലാം സെറ്റായിട്ട് കാണിക്കാച്ചിട്ടാണ് വീഡിയോ. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ വന്ന അന്നത്തെ ദിവസം ഇതുപോലെയായിരുന്നു. എല്ലാം വണ്ടിയിൽ കയറ്റി കൊണ്ടിട്ട് എല്ലാം ഇങ്ങനെ വെച്ചേക്കായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഓരോ ഭാഗത്ത് ഒതുക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ഒക്കെ നിന്ന്, അനിയനും വിഷ്ണുവും ഒക്കെ കൂടി നിന്ന് ഒരു 3 ദിവസത്തെ പരിപാടിയിൽ നമ്മൾ അങ്ങനെ വീട് സെറ്റാക്കി ഒരു ഏകദേശം ഒരു രൂപയ്ക്ക് മാറ്റിയിട്ടാണ്. ഇവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആവശ്യമില്ലാത്തത് കളഞ്ഞും ആവശ്യമുള്ളത് ഓരോ ഭാഗത്താക്കി കബോർഡിലൊക്കെ. ഇവിടെ അത്യാവശ്യം കബോർഡൊക്കെ ഉള്ള കാരണം അങ്ങനെ വർക്ക് നടന്നു. പിന്നെ പിറ്റേ ദിവസം ആണ് ഞാൻ വീഡിയോ എടുത്തത്. കണ്ട ഏകദേശമൊക്കെ കുറേയൊക്കെ ഒതുങ്ങിയതിൻ്റെ ശേഷം വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.